വീഡിയോ കാണുന്നതിന് മുമ്പായി നിങ്ങൾക്കറിയാവുന്ന ഒന്നിച്ചഭിനയിച്ച് വിവാഹം ചെയ്ത സീരിയൽ നടിമാരുടെയും നടന്മാരുടെയും പേരുകൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ. സിനിമയിൽ ഒന്നിച്ചഭിനയിച്ചവരെ ജീവിതത്തിലും സ്വന്തം പാതിയായി സ്വീകരിച്ചിട്ടുള്ളവരുടെ എണ്ണമറ്റ ഉദാഹരണങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. എന്നാൽ സിനിമയിൽ മാത്രമല്ല മിനിസ്ക്രീനിലുമുണ്ട് റിയൽ ലൈഫ് സഹതാരങ്ങളെ റിയൽ ലൈഫ് പാർട്ട്ണർമാരാക്കിയ പലരും. ചന്ദ്ര ലക്ഷ്മണും ടോഷ് ക്രിസ്റ്റിയും മുതൽ മേഘ മഹേഷും സൽമാനും വരെ ആ പട്ടിക നീളുന്നുണ്ട്. സ്വന്തം സുജാത എന്ന സീരിയലിൽ സഹതാരങ്ങളായി അഭിനയിച്ച ടോഷ് ക്രിസ്റ്റിയും ചന്ദ്ര ലക്ഷ്മണും സീരിയൽ സെറ്റിൽ വെച്ചാണ് പ്രണയത്തിലായത്. ആദ്യം സൗഹൃദത്തിൽ തുടങ്ങിയ ബന്ധം പിന്നീട് വിവാഹത്തിൽ എത്തുകയായിരുന്നു. ഇരുവർക്കും ഒരു ആൺകുഞ്ഞാണ് ഉള്ളത്. അടുത്തതായി സ്വാസികയും പ്രേം ജേക്കബും. മനം പോലെ മംഗല്യം എന്ന ടെലിവിഷൻ പരമ്പരയിലാണ് സ്വാസികയും പ്രേം ജേക്കബും ഒന്നിച്ച് അഭിനയിക്കുന്നത്. ഇതേ സീരിയലിൻ്റെ സെറ്റിൽ വെച്ച് ഇരുവരും പ്രണയത്തിലാവുകയും ചെയ്തു. കഴിഞ്ഞ വർഷമാണ് ഇരുവരും വിവാഹിതരായത്. താരങ്ങൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. തൻ്റെ എല്ലാ വിശേഷങ്ങളും ആരാധകരുമായി രണ്ടുപേരും പങ്കുവയ്ക്കാറുണ്ട്. അടുത്തതായി പേളി മാണിയും ശ്രീനിഷ് അരവിന്ദും. ബിഗ് ബോസ് മലയാളം തങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം എന്തെന്ന് ചോദിച്ചാൽ പേളിയും ശ്രീനിഷും പറയുക തങ്ങളുടെ ജീവിത പങ്കാളികളുടെ പേരുകളായിരിക്കും. ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെച്ചാണ് ഇവർ പ്രണയത്തിലായത്. ഇരുവർക്കും ഇപ്പോൾ നില, നിതാര എന്നിങ്ങനെ 2 പെൺമക്കളാണ് ഉള്ളത്. അടുത്തതായി സൽമാനും മേഘയും. മിനിസ്ക്രീനിലെ സഹതാരങ്ങളെ ജീവിത പങ്കാളികളാക്കിയവരുടെ പട്ടികയെടുത്താൽ അതിൽ ഏറ്റവും പുതിയതായി ചേർക്കാവുന്ന പേരുകളാണ് സൽമാനും മേഘയും. മിനിരണ്ടിലും എന്ന ടെലിവിഷൻ പരമ്പരയിലാണ് ഇരുവരും ഒന്നിച്ച് അഭിനയിച്ചത്. മേഘയാണ് സൽമാനിനെ ആദ്യം പ്രപ്പോസ് ചെയ്തത്. ഇരുവരുടെയും വിവാഹ വാർത്ത പ്രേക്ഷകർക്കും സർപ്രൈസ് ആയിരുന്നു. അടുത്തതായി യുവ കൃഷ്ണയും മൃദുല വിജയും. ഇരുവർക്കും ഒരു പെൺകുട്ടിയാണ് ഉള്ളത്. അടുത്തതായി ദിവ്യയും ക്രിസ് വേണുഗോപാലും. ഇരുവരും പത്തരമാറ്റ് എന്ന സെറ്റിൽ വെച്ചാണ് പരിചയപ്പെടുന്നതും പിന്നീട് വിവാഹത്തിലേക്ക് എത്തുന്നതും. ദിവ്യയ്ക്ക് 2 മക്കളാണുള്ളത്, ഒരു ആണും ഒരു പെണ്ണും. ദിവ്യയുടെ മക്കളെ സ്വന്തം മക്കളെ പോലെയാണ് ക്രിസ് ഏറ്റെടുത്ത് കഴിഞ്ഞത്. അടുത്തതായി ജിഷിൻ മോഹനും വരദയും. ഇരുവരും ഇപ്പോൾ ഡിവോഴ്സാണ്. ഇരുവർക്കും ഒരു മകനാണ് ഉണ്ടായിരുന്നത്. അടുത്തതായി അമ്പിളി ദേവിയും ഭർത്താവുമാണ്. ഇരുവർക്കും 2 ആൺകുട്ടികളാണ് ഉള്ളത്. ഇപ്പോൾ ഡിവോഴ്സാണ്.